ഇവിടെ ഇവളുടെ അമ്മ 4 കറി വെച്ചടിച്ചു വെല്ലമ്മ എന്നിട്ട് അത് തിരിച്ചു വെച്ചു. അങ്ങനെ കൊറേ നാളുടെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ ചിമ്മിനിയിലേക്ക് ട്രിപ്പ് പോവാണ് ഗൈസ്. എല്ലാവരുടെ കാണിക്കണം, ഫ്രണ്ടിൽ വെക്കുക, അവിടെ വെച്ചോ ഗൈസ്. ഞങ്ങള് അങ്ങനെ എന്താ പറയാ ചാറ്റില് മാത്രം ഒതുങ്ങി നിന്ന് ആ ട്രിപ്പ് ഞങ്ങൾ ഇന്ന് സക്സസ് ആക്കാം. യെസ്, കൊറേ വേൾഡ് ടൂർ പോകാൻ ഒരു ദിവസം. എല്ലാ പ്രിയ പ്രേക്ഷകർക്ക് നിങ്ങളുടെ ജുവലൊക്കെ തിരിച്ചെത്തിയിട്ടുണ്ട്. അങ്ങനെ കൊറേ നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ 6 പേര് ഒരുമിച്ച് വരാൻ പോകുന്നത്. ഇപ്പൊ 5 പേരേ ഉള്ളൂ, ഒരാള് വരും. ഒരു ദിവസത്തേക്കാണ് പോണത്, എന്നാലും എനിക്ക് കൊറേ ദിവസത്തേക്ക് നമ്മളിപ്പോ എവിടെയാ? ഊട്ടിയുടെ വീട്ടിലാണ് ഗൈസ്. ഞങ്ങളിപ്പോ ഊട്ടിയുടെ വീട്ടിലാണ്. ദേ അവര് നടന്നു പോകുന്നു. ഒതുങ്ങി നടക്കും വണ്ടി ഇട്ടാ. ഞങ്ങളിപ്പോ ഊട്ടിയുടെ വീട്ടിലോട്ട് ഒതുങ്ങ് വണ്ടി. ഞങ്ങളിതാ ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഊട്ടിയുടെ വീട്ടിൽ. ഞങ്ങളെല്ലാരും നേരത്തെ എണീറ്റ് റെഡിയായി വന്നു ചിമ്മിനിക്ക് പോവാനായിട്ട്. പക്ഷേ ഞാനാണ് വൈകിയത്. എന്നിട്ട് നോക്ക്, ഒരാള് ഡ്രസ്സ് പോലും മാറിയിട്ടില്ല, കുളിച്ചിട്ടില്ല. ഒരാളെ ഏറ്റവും ലാസ്റ്റ് റെഡി ആവുള്ളൂ. ഞങ്ങളെല്ലാരും റെഡി ആയി നല്ല ഇതായിട്ട് വന്നപ്പോ അവള് മാത്രം. അയ്യോ, പറയാൻ ജുവലിനൊരു ഫ്രണ്ടിനെ കണ്ടിട്ടിട്ടുണ്ട്. ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ട്. അത് പാട്ടേയല്ല, ഡ്രാഗൺ ഫ്രൂട്ട്. കുഞ്ഞാറ്റ ആണോ? അഞ്ചിന് പേടിയാ കുഞ്ഞാറ്റ. ചിമ്മിനിക്കാന്നും പറഞ്ഞ് ഇറങ്ങിയവരത് എവിടെ ഇരുന്ന് ചായയും മിച്ചറും കഴിച്ചുകൊണ്ട് സിനിമ കാണുന്നു. കപ്പലണ്ടി കഴിഞ്ഞോ കുട്ടി? ഷെയറിംഗ് മെന്റാലിറ്റി ആണ് ഇവിടെ ഉള്ള എല്ലാവർക്കും. ഞങ്ങള് ഇവിടുന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. ചോറ് നമ്മൾ കഴിക്കണം, നമുക്ക് വ്ളോഗ് എടുക്കണം. കാരണം സാധാരണ നമ്മള് വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ ഞങ്ങളിപ്പോ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. ഇനി ഞങ്ങള് പോവാണ് ഗൈസ്. എങ്ങോട്ടാണ്? ഐഫോണെ ഫേസിലൊക്കെ ചുട്ടാൻ പറഞ്ഞായിരുന്നു ഗൈസ്. ഞങ്ങൾ ആദ്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടൊരു ടൂർ. അതെ, ആദ്യമായി ആശിനൊന്ന് ഞാൻ തന്നെ കാണിക്കണം. എവിടെ നമ്മുടെ വൃക്ക എവിടെ? എവിടെ? ഈ 2 സൈഡിലേക്ക്. ഇവിടെയാണോ? അല്ല, ആരെങ്കിലും വൈദ്യുതി വൃക്ക ഈ 2 സൈഡിലേക്ക്. ഈ 2 സൈഡില് അവിടെ അല്ല, ബാക്കിലാ. എനിക്കുണ്ടായിരുന്നില്ല ഗൈസ്. നമ്മുടെ 1.5 കൊല്ലത്തിന്റെ പരിശ്രമത്തിന്റെ ഫലമായി നമ്മൾ ആദ്യമായിട്ട് നമ്മളെങ്ങനെ പോണേ? ചിമ്മിനി ഇതുവരെ
ഉച്ചക്ക് കഴിഞ്ഞപ്പോ അവൾ വന്നു അവൾക്കൊരു ഇതല്ലേ മറ്റേ സ്ഥലത്തോട്ട് പോണ വഴി ആ ഒരു അതന്നെ മറ്റേ സ്ഥലത്തേക്ക് പോകണ്ടല്ലേ നിങ്ങൾ ഞാൻ സീരിയസ് ആയിട്ട് പറയണ നമ്മള് ഇതില് കണ്ടില്ല ഗ്രൗണ്ട് ചുറ്റും പൂതായിട്ട് പോയില്ല പറഞ്ഞ് കംപ്ലീറ്റ് ആക്കാൻ സമ്മതിക്കില്ല ഇനി പോവില്ല അതാണ് മൈതാനം മറ്റേ കാടിന്റെ നടുവിലൊരു ഇതൊന്നും മനസ്സിലാവേണ്ട രണ്ട് ചേട്ടന്മാർ അവിടെ 4-5 പശുക്കൾ ഇല്ല 3 പശുക്കൾ ഇവിടെ ഞങ്ങൾക്ക് തന്നെ ഇരിക്കാൻ സ്ഥലം ഞങ്ങൾ ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ് ഞങ്ങളൊന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇപ്പൊ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതുള്ളൂ എന്നിട്ട് എണീക്കണ്ട് കാല് നിർത്താൻ നേരത്തെ കൊണ്ടൊരു ബെഡ്ഷീറ്റ് കൊണ്ടുവരുന്നു എടി ട്രൈപോഡ് എടുത്തേ എടി അതെ രണ്ടുപേരും കൂട്ടിമുട്ടുവേ കേറണില്ലേ വെള്ളടി ഇല്ല ഞാൻ വീശി പാല് മാത്രം വെള്ളടി താഴെ ഇവിടെ വെള്ളാണ് ഗൈസ് അതുകൊണ്ട് ജുവല് കയറുന്നില്ല ഞാനും കയറുന്നില്ല 5 കയറുന്നുണ്ടോ 5 ഞങ്ങളിപ്പോ എവിടെയാന്നറിയോ ഞങ്ങൾ ആട്ടുപാലത്തേലാണ് അവിടെ ഒരാളിരിക്കണ നോക്കി ഞാനും ജുവലും ആർദ്രയും കേറുന്നില്ല കാരണം ഞങ്ങൾക്ക് പേടിയാ ഇല്ല തുറന്നു പറയാം എനിക്ക് പേടി അതുകൊണ്ട് ഞാൻ കേറുന്നില്ല പക്ഷെ അവര് കയറാൻ പോയിട്ടുണ്ട് നമുക്ക് ഇവിടെ നിന്ന് വീക്ഷിക്കാം അങ്ങനെ ഫൈനലി ഞങ്ങള് 9 മണി 9:15 തുടങ്ങിയ യാത്ര ഞങ്ങൾ അപ്പം മുതൽ പറയണതാണ് ഞങ്ങൾ ഇപ്പൊ ചിമ്മിനി എത്തി 1 മണി ആയപ്പോ ഞങ്ങള് ചിമ്മിനിയിൽ എത്തി ഇനിയിപ്പോ 1 മണിയായില്ലേ പിന്നെ 13 ഇനിയിപ്പോ ഇത്ര സമയം ആയതുകൊണ്ട് ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ടൊക്കെ പോവാന്ന് വിചാരിച്ചു ഇപ്പൊ ഇവിടെ ഇന്ന് ഞങ്ങൾ കഴിഞ്ഞ വട്ടം വന്നപ്പോൾ ഇവിടെ ഇത്ര ആൾക്കാരുണ്ടായില്ല ഇന്ന് വെക്കേഷൻ ആയതുകൊണ്ടാന്ന് തോന്നുന്നു ഇവിടെ നിറയെ ആൾക്കാർ എനിക്ക് സത്യം ഭയങ്കരമായിട്ട് ഇൻട്രോവേർട്ട് അടിക്കണേ 2 പേര് അവിടെ ടോയ്ലറ്റിൽ പോകാൻ നിൽക്കട്ടെ ജോലെ ഒരു ഹായ് പറഞ്ഞ ജോലെ ഓക്കെ അപ്പൊ ഞങ്ങൾ ഇനിയിപ്പോ ഇതെന്നിട്ട് ഇനി ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ ബാക്കി വിശേഷങ്ങൾ പറയും അങ്ങനെ ഫൈനലി ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോവാണ് ഗൈസ് ആ ബൗബോന് ബാക്കി ഭക്ഷണം കൊടുക്കാം നമുക്ക് അവിടെ ഒരു ബൗബു ഉണ്ടോ ബൗബു എന്തായാലും ഞങ്ങൾ മൊത്തം ഒന്നും കഴിക്കില്ല ഇത് ഊട്ടിയുടെ അമ്മ ഉണ്ടാക്കി തന്ന ഫുഡ് ഉണ്ട് ആ ഡോർ അറിഞ്ഞിട്ടില്ല കേട്ടോ ഞങ്ങള് നല്ല കുട്ടികളാ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്നുണ്ട് ചെല്ലി പിന്നാലെ ചെല്ലടി ഇതിന് കൊടുത്തില്ലടി എടി അതിന് വേറെ പ്ലേറ്റ് ഞാൻ പറഞ്ഞു 2 പ്ലേറ്റിലാക്കി വെച്ച് കൊടുക്കണം പാവം ഫുഡ് കഴിച്ചു കഴിഞ്ഞു വേറെ ആൾക്കാരെ വിളിക്കണേ ലിപ്സ്റ്റിക് ഒക്കെ ടച്ചപ്പ് ചെയ്തു ആൻഡ് നൗ വി ആർ ഗോയിങ് ടു കുട്ടി മാല മറന്നു സന്തോഷാവൂലേ കുഴപ്പമില്ല ഇത്രയൊക്കെ ആയില്ലേ ഓക്കെ അപ്പൊ നമ്മളിനി നടക്കാണ് ഞങ്ങൾ ഇവിടുന്ന് പോയപ്പോ വെയിലുണ്ടായില്ല പക്ഷെ അവിടെ എത്തിപ്പോ വെയിൽ വന്നു അപ്പൊ ഞങ്ങള് കൊട എടുക്കാൻ തിരിച്ചു തന്നോണ്ടിരിക്കും കൊടയില്ലാണ്ടൊരു ജീവിതം ഞങ്ങൾക്ക് ആലോചിക്കാൻ വേണ്ടി വയ്യ പുതിയ കൂടെ വൃത്തിയായിരുന്നു ഞാൻ വൃത്തി എന്റെ പുതിയ കൊടയാണേ മെറൂൺ കൊട ഇൻട്രോവേർട്ടാണ് ഞങ്ങൾ കൊട എടുത്തു തിരിച്ച് ഞങ്ങൾ അവരുടെ അടുത്തിട്ട് പൊക്കോണ്ടിരിക്കുകയാണ് പക്ഷെ ഇവിടെ കുറേ ആൾക്കാര് ഇവിടെ എന്തോരം ആൾക്കാർ ഞാൻ പ്രതീക്ഷിച്ച ചിമ്മിനിതല്ല നമ്മള് മാത്രം ഞാനും ഇതൊരു മാതിരി അതിരപ്പള്ളി പോലെയൊക്കെ ഇത്ര ആൾക്കാരില്ല അതിരപ്പള്ളി പോയാ പോരെ ഇവർക്ക് അറിയില്ല
അതാണ് ഇവർക്ക് അറിയില്ല അതിരപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടെന്ന്. അതുകൊണ്ടാണ് തോന്നുന്നത് എല്ലാവരും ഇങ്ങോട്ട് വരണേ. എന്തായാലും ഇവര് ചിലപ്പോൾ ഇപ്പൊ ഫുഡ് കഴിക്കാൻ പോയി എല്ലാവരും ഈ സമയമൊക്കെ ആയില്ലേ. പക്ഷെ ഞങ്ങൾ കൊടയൊക്കെ നിർത്തിങ്ങളെ പോട്ടെ. ഞങ്ങള് ഫസ്റ്റ് ഡാമിന്റെ മുകളിൽ കയറി. കൊട എടുത്തത് വളരെ നന്നായി. ഞങ്ങൾ ഇതുവരെ ഡാമിന്റെ അറ്റത്തെത്തില്ല. ഒറിജിനൽ ഡാം ഈ കുട്ടിക്ക് പനിയാണ്. പനി വരാൻ പോവാണ് ഈ കുട്ടിക്ക്. ആ പോണ കറുത്ത ഡ്രസ് ഇട്ട കുട്ടി മടുത്തൂന്ന്. നിനക്ക് എനർജി പോയി. അതെനിക്കറിയാം. എന്നോട് ഇരിക്കാനാണ് കാറ്റ് നിയന്ത്രിക്കുന്ന ആള്. അതെ ഇപ്പൊ വിഷയില്ലേ. ഞാൻ പറഞ്ഞു കാടാണത്. അതുകൊണ്ട് കാട് പോലെ ഇരിക്കുന്നു. എല്ലാരും ഇരിപ്പിലായി. എനിക്ക് ദാഹിക്കണുണ്ട്. ഫോട്ടോ എടുക്കാം. അപ്പോൾ ഞങ്ങളിനി അടുത്ത് ഡാമിന്റെ താഴേക്കാട്ടോ പോകുന്നത്. ഡാം അവിടെ കാണുന്നുണ്ടോ? ഡാമിന്റെ താഴേക്ക് പോവാണ്. ജുവലെ ഇതുവരെയുള്ള നിന്റെ എക്സ്പീരിയൻസിലുള്ള അഭിപ്രായം എന്താണ്? വേറൊന്നും പറയാനില്ലേ? ഫുഡ് കഴിച്ചൊക്കെ എങ്ങനെയുണ്ട്? ഞങ്ങളിപ്പോ റീൽസ് എടുക്കാനുള്ള കഷ്ടപ്പാടിലാണ്. ഡാൻസ് ഇട്ടാ 5 മിനിറ്റ് നല്ല ഇവളുടെ തോന്നലാണ്. നിങ്ങളെല്ലാരും സപ്പോർട്ട് ചെയ്യും ആ വഴിയല്ലേ. കാലത്ത് മുതല് ചിമ്മിനി ഡാം എന്ന് പറഞ്ഞു ഞങ്ങളെത്തി ഡാമില് കണ്ടു. ഞാൻ ആദ്യമായിട്ട് ചിമ്മിണി ഡാം. തൃശ്ശൂർ ജില്ലയിൽ ഇത്ര നാളെ ജീവിച്ചിട്ട് ഇപ്പോഴാണ് ചിമ്മിണി ഡാം കാണുന്നത്. അതെ ഞാനും ഫസ്റ്റ് ടൈം ആണ്. ജോലി ഫസ്റ്റ് ടൈം അല്ലേ? ഊട്ടി മാത്രം കണ്ടു. ആഷിമയും ശ്രീലക്ഷ്മിയും മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞങ്ങൾ എല്ലാവരും ഫസ്റ്റ് ടൈം ആണ് ചിമ്മിനി ഡാം. ആൻഡ് ദ എക്സ്പീരിയൻസ് വാസ് സോ നൈസ്. ഞങ്ങൾ കുറെ റീൽസ് ഒക്കെ എടുത്തു ഈ ബാക്ക്ഗ്രൗണ്ടില്. ഇനി അത് ഇൻസ്റ്റയില് വലിയ വഴി വരുന്നതായിരിക്കും. അടുത്തു ഗൈസ്, ഞങ്ങൾ വെള്ളം കുടിക്കാൻ വന്നേക്കാം. ദാഹാണ്, അതുകൊണ്ട് വെള്ളം വാങ്ങിക്കാൻ വന്നേക്കാം ക്യാൻറ്റീനിൽ. വെള്ളത്തൊണ്ടേന്ന് ഇറങ്ങണം കാണാൻ പറ്റും. എനിക്ക് വെള്ളത്തിൽ കുടിച്ചാ കുടിക്കും. പ്രായല്ലേ നടുവേദന? 30 കഴിഞ്ഞാൽ നടുവേദന വരുന്നവരുണ്ട്. ഇപ്പഴേ വന്നല്ലോ 20 കഴിഞ്ഞപ്പോഴേ. നമുക്ക് മറ്റേ ഹോർലിക്സിന്റെ പരിസ്ഥിതി നടുവേദനയുടെ ഒറിജിനൽ ചിമ്മിണി. വെരി ബ്യൂട്ടിഫുൾ. ട്രക്കിങ്ങിന് വന്നു. ഇപ്പൊ തന്നെ ഒരു കുപ്പി വെള്ളം വാങ്ങിയായിരുന്നല്ലോ. ഇവിടെ ഉണ്ടാവില്ല. അതിന്റെ അകത്ത് കണ്ട അത് കളയാൻ എനിക്ക് വേണ്ട. ഞങ്ങൾ തിരിച്ചു പോവാ. വേറെ വഴിക്കാ പോണേ. ഒരു നല്ല തണലുള്ള ഇതെവിടെ എത്തും എന്നൊന്നും അറിയില്ല. എന്നാലും പശുണ്ട്. കനാല് പോലൊരു സാധനം ഉണ്ട്. വെള്ളമില്ല. ഞങ്ങളിപ്പോ എത്താറായും തോന്നുന്നു. ഈ വഴി നല്ലത്. ബ്രിട്ടീഷുകാർ നടന്നിട്ടുണ്ടാവും, പോർച്ചുഗീസുകാർ നടന്നിട്ടുണ്ടാവും. ഞങ്ങളിവിടെ വന്ന് ഇരിപ്പായി. ആ വഴിക്കാണ് ഞങ്ങൾ വന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു കയറ്റമുണ്ട്. ഈ കയറ്റം കണ്ടോ ഗൈസ്? ഇത് കേറിയ കാറ് പോണ വഴി കണ്ടോ? ആ വഴി കൂടെ പോയി അവിടെ എത്തണം. അത് ഇത്തിരി ടാസ്ക് ആണെന്ന് തോന്നുന്നു. നമുക്ക് പതുക്കെ നടക്കാം. ഇപ്പൊ നടന്നാലേ നമ്മള് കൊട്ടവഞ്ചി കയറാൻ പറ്റുള്ളൂ. ബാ പതുക്കെ പതുക്കെ കേറിയ ഈ കയറ്റാണ് ഞങ്ങൾ കേറിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഡാമിന്റെ മോൾ ഭാഗം. അവിടെ കൂടെയാണ് നടന്നു പോകേണ്ടത് ശരിക്കും. പക്ഷെ ഞങ്ങൾ കയറ്റത്തോടെ കയറി. ഞങ്ങൾ വീണ്ടും താഴെ വന്നു.
നല്ല സ്ഥലം, എന്ത് രസാ. മടുത്തു. ഇതുവരെ കേറ്റമ്പുഴം കയറി മടിക്കില്ല. വെള്ളം ഉണ്ടാവില്ല. ഇതുവരെ ഒരു അധിപതിയാണ് സ്ഥലം കൊണ്ടുപോയത്. മടുത്തു. രഹനയും അഞ്ജുവും കൊട്ടവഞ്ചിയുടെ ടിക്കറ്റ് എടുക്കാൻ പോയേക്കാം. ഞങ്ങളിപ്പോ ഇവിടെ വന്നിരിക്കാട്ടോ, റെസ്റ്റ് എടുക്കാം. ഞാൻ ആദ്യം ഞങ്ങളിങ്ങനെ പ്രകൃതി സൗന്ദര്യം ഫോണിലാണ് തീരുമാനിച്ചാ. വാങ്ങിയോ? ഇവളോട് വരാൻ പറയടി. 3 പേരാണെങ്കിലും 4 പേരാണെങ്കിലും 400 രൂപ വരാൻ പറയാം. വേണ്ടെന്നേ എടി, ആ ടിക്കറ്റ് കളയരുതിട്ടാ. എനിക്ക് ജേർണലിംഗ് ചെയ്യണം. തിരിച്ചു തന്ന ടിക്കറ്റ് എനിക്ക് കൊണ്ടു തന്നെ. ആനയുടെ ആണെങ്കിൽ നല്ലത്. കുട്ടവഞ്ചി ഇവര് കൊട്ടവഞ്ചി, അതെ കൊട്ടവഞ്ചി ഇംഗ്ലീഷ് ടർട്ടിൽ റൈഡ്. എടി ഒന്ന് ഹായ് പറഞ്ഞിട്ട് പോയത്. തിരിച്ചു ഇവര് 3 പേരാണ് കൊട്ടവഞ്ചി എന്ത് ചെയ്യില്ല. ഞങ്ങളിവിടെ സേഫ് ആയിട്ടിരിക്കാം. നിങ്ങൾ കയറി കഴിയുമ്പോൾ ഞങ്ങളൊന്ന് വീഡിയോ എടുക്കാം. ഇപ്പൊ ഇവിടെ റെസ്റ്റ് എടുക്കാം. അപ്പൊ അത് കിട്ടിയില്ല. ഇപ്പൊ ഞങ്ങള് 3 പേരെ ഇവിടെ റെസ്റ്റ് എടുക്കും. 2 1 beat forest officer and 1 guide, I think so. അവര് കൊട്ടവഞ്ചി കയറാൻ പോയി. ഇനി അവര് കൊട്ടവഞ്ചി കയറി കഴിയുമ്പോൾ ടർട്ടിൽ റൈഡ്. ദെൻ അവർ കയറി കഴിയുമ്പോൾ ഞങ്ങൾ പോയിട്ട് വീഡിയോ എടുക്കും. അതാണ് ഞങ്ങളുടെ പ്ലാൻ. അവിടെ പോയി ഇരിക്കുക, എവിടെയെങ്കിലും സ്ഥലം പിടിച്ച് ഏതെങ്കിലും കുന്നിന്റെ മുകളിലെ വാറുടെ മുകളിൽ പോട്ടെ. എന്നാ ശരി, ഞങ്ങളുടെ പൊസിഷൻ വീണ്ടും മാറ്റി. ഞങ്ങളിപ്പോ വെള്ളത്തിനോട് ചേർന്നാണ് പുൽമൈതാനത്ത്. അവർക്ക് ഇതുവരെ ജാക്കറ്റ് പോലും കിട്ടിയിട്ടില്ല. എപ്പോ വരാനാണാവോ? ഞങ്ങള് 3 പേരും നല്ല കുട്ടികൾ. ഞങ്ങള് വെള്ളത്തിലൊന്നും ഇറങ്ങൂല. പറയൂ, നിങ്ങളുടെ കൊട്ടവഞ്ചി എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ, ഒന്നും പറയാനില്ല, അടിപൊളി. ലാസ്റ്റത്തെ കറക്കം ഈ ജൂവല് പേടിച്ചിട്ട് വന്നില്ല. പക്ഷെ പേടിക്കാനായിട്ട് ഒന്നുമില്ല. എങ്ങനെ ചാവുന്നതായിരുന്നു ഇവര് തമ്മിലുള്ള ചർച്ച. അത് നീർനായ കടിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്നുള്ളതിൽ നിന്നായിരുന്നു തുടക്കം. നീർനായ തുടങ്ങി ഞങ്ങൾ അവസാനം നീർനായ മറ്റേ മാന്തി പൊളിക്കുള്ളത്. അത് കഴിഞ്ഞ് അമീബിക്ക് മസ്തിഷ്ക ജ്വരം വരുന്നത്. എന്നെയൊക്കെ മര്യാദക്ക് ചത്താലേ കൊടുക്കാൻ പറ്റുള്ളൂ. അതെ അതെ, കൊടുക്കണേ. ഞങ്ങളപ്പോ ഇവിടുന്ന് പറയുന്നില്ല. അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ ഒറിജിനൽ ചിമ്മിണി ഇവിടെ അവസാനിക്കാൻ പോവാണ്. ശരിക്കും ചിമ്മിണി. ഒറിജിനൽ ഫസ്റ്റ് ഡേ ഓഫ് ചിമ്മിണി. 4:24 ഇപ്പൊ ഞങ്ങൾ ഇവിടുന്ന് പതുക്കെ ചലിക്കും. സോ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് എന്ന് പറയൂ. ബൈ ബൈ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ഫുൾ പോലെ തന്നെ ഉണ്ട്. ഫുൾ എക്സ്പ്ലോർ ചെയ്തു. വയ്യാണ്ടായിട്ടില്ല. തീരില്ല. ക്ഷീണം തീരില്ല. അതൊരു വലിയൊരു ക്ഷീണം ഒട്ടും ഉണ്ടായി. ഞങ്ങള് തിരിച്ചു പോവാ ഗൈസ്. ബൈ ബൈ. ചിമ്മിണി. ഇരുട്ടായി, രാത്രി ഞങ്ങള് പോവാ. ഇനി ഞങ്ങളുടെ വ്ലോഗുകളൊന്നും ഉണ്ടാവില്ല. കഴിഞ്ഞു. അങ്ങനെ 5 മണിക്ക് ഞങ്ങളുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ അല്ലേ പറയാൻ പറ്റില്ല. ഇനി പോണം. ലാസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കാണ്. ഇതൊരു എടി, ആ വണ്ടിയിലുള്ളവർ തിരിച്ചു വരണു. ഞാൻ അവർക്ക് സൂക്ഷിച്ചു നോക്കിയായിരുന്നു. ഇല്ല ഞാൻ അങ്ങോട്ട് പോയപ്പോഴായിരുന്നു നോക്കിയായിരുന്നു. നോക്കിയായിരുന്നു അവരുടെ ഉള്ളിലോട്ട്. കൊള്ളാലോടി മോളെ. അങ്ങനല്ല, നീ കൊള്ളാലോടി പെണ്ണ്. ഈ സ്ഥലത്തോട്ടോ വന്നേക്കുന്ന ഒരു പുഴ. ഇവിടെ ഐസ്ക്രീം വണ്ടികൾ അങ്ങനെ കുറേ
അത് കുറച്ച് ക്ലാരിറ്റി നോക്കട്ടെ ഒരു മിനിറ്റ്. നല്ല രസമുണ്ടോ? ഞങ്ങൾ ആനനെ കണ്ടു. അയ്യോ ഐസ്ക്രീം വാങ്ങിയത് പറഞ്ഞില്ല. ഐസ്ക്രീം വാങ്ങി. ഇവര് പോവാണ്. ബൈ. അവര് എല്ലാരും ഉമ്മക്ക് ഞങ്ങളൊന്ന് ഇത്തിരി സമാധാനമായിട്ടിരിക്കട്ടെ. ഐഫോൺ കുറച്ച് ദിവസം വേണമെങ്കിൽ ഇവിടെ വീട്ടിൽ വെച്ചോ. ബൈ ബൈ. ആർക്ക് സങ്കടം ഉണ്ടോ? പോവാണ് ഗൈസ്. ബൈ. എനിക്ക് വിഷമുണ്ട്. എനിക്ക് ഇവിടുത്തെ പോവാ തോന്നല. Accept the reality and move on. പോയി അങ്ങനെ വണ്ടി പതിയെ കാലിയായിക്കൊണ്ടിരിക്കുകയാണ്. ട്രിപ്പ് പതുക്കെ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ജുവലെങ്കിലും നീങ്ങിരുന്നേ. ട്രിപ്പ് പതുക്കെ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരായിട്ട് ഇറങ്ങി. അങ്ങനെ കുറെ നാൾക്ക് ശേഷം ഞങ്ങളുടെ ചിമ്മിനി ട്രിപ്പ് സക്സസ് ആയൊരു സന്തോഷം. പക്ഷെ ഇപ്പൊ ട്രിപ്പ് തീരാൻ പോവാണെന്നുള്ള സങ്കടം. കൊറേ എൻജോയ് ചെയ്തു. കൊറേ എന്താ പറയാ, കൊറേ എക്സൈറ്റ്മെന്റ് ഉള്ള കൊറേ മൊമെന്റ്സ് ഉണ്ടായിരുന്നു. കൊറേ എന്താ പറയാ, കൊറേ കാര്യങ്ങൾ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റി. ഭയങ്കര സന്തോഷം. പക്ഷെ അയ്യോ ഇനി എങ്ങനെ ഇതുപോലെ പോകാൻ പറ്റാന്നൊന്നും അറിയില്ലല്ലോ. ഇനി പോവാൻ പറ്റുമായിരിക്കും. ജുവലിനി പറഞ്ഞേക്കണത് എന്താന്ന് വെച്ചാൽ ജുവലിനി 2 ദിവസം സ്റ്റേ ചെയ്യാൻ പാകത്തിനുള്ള 3-ആം ട്രിപ്പാണ് ജുവല് പറയുന്നത്. ജുവലിന് അങ്ങനെ പോണെന്നാണ് പറയുന്നത്. ജുവലിന് അങ്ങനെ പോണം. ഞങ്ങള് ചാലക്കുടി എത്തി ഗൈസ്. അതെ, ഞങ്ങള് ഇപ്പോൾ ഹൈവേയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചാലക്കുടി എത്തി. ഇനി ഇവര് ഇറങ്ങാൻ ആഷിയുടെ എനിക്ക് ക്രഷ് അടിച്ച് കൂളിംഗ് ക്ലാസ് ഉണ്ട്. ക്രഷ് അടിച്ച് കൂളിംഗ് ക്ലാസ് ഞാൻ കരയുമ്പോ കണ്ണീര് കാണാൻ. നമ്മള് ഗോകുലത്തിന്റെ അവിടെ എത്താ ഗൈസ്. അങ്ങനെ ഇവരും പോവാണ്. അയ്യോ ഒന്നുമില്ല. 5000 ഒരു 50 രൂപ പോകുമ്പോളെ ചേട്ടന് 50 രൂപ ഗൂഗിൾ പേ. അത് ശരി, ഇനി ഞാൻ ഒറ്റയ്ക്കാണ്. എനിക്ക് വിഷമാവണം. ഞാൻ പോട്ടെ. ബൈ ബൈ ഗൈസ്. സക്സസ്ഫുൾ ട്രിപ്പ്.